ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ട് കൂട്ടുകാർ. ഒരിക്കൽ രണ്ട് കൂട്ടുകാർ മരുഭൂമിക്കൂടെ നടന്നു പോകുകയായിരുന്നു. ആ യാത്രയുടെ ഇടയിൽ അവർ തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരന്റെ മുഖത്തടിച്ചു. അടിയുണ്ട കൂട്ടുകാരന് ഒരുപാട് വേദനിച്ചു. എങ്കിലും അവൻ ഒന്നും പറഞ്ഞില്ല. പകരം അവൻ മരുഭൂമിയിലെ മണലിൽ എഴുതി, ഇന്ന് എന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ മുഖത്തടിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്രയുടെ ഇടയിൽ ദാഹിച്ചു തുടങ്ങിയവർക്ക് ഒരു മരുപ്പച്ച കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും അതിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ അടി കൊണ്ട കൂട്ടുകാരൻ ഒരു ചെളിക്കുഴയിൽ മുങ്ങാൻ തുടങ്ങി. എന്നാൽ അവന്റെ പ്രിയ കൂട്ടുകാരൻ അവനെ കഷ്ടപ്പെട്ട് രക്ഷിച്ചു. രക്ഷപ്പെട്ട ആ കൂട്ടുകാരൻ അവിടെ ഇരുന്ന ഒരു കല്ലിൽ എഴുതി, ഇന്ന് എന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ ജീവൻ രക്ഷിച്ചു. അവനെ അടിച്ചതും ജീവൻ രക്ഷിച്ചതുമായ ആ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് മണലിൽ എഴുതി, ഇപ്പോൾ ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നീ അത് കല്ലിൽ എഴുതിയത്? കൂട്ടുകാരൻ മറുപടി പറഞ്ഞു, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ അത് നമ്മൾ മണലിൽ എഴുതണം. ക്ഷമയാവുന്ന കാറ്റ് അതിനെ മായ്ച്ചു കളയും. പക്ഷേ ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്താൽ അത് നമ്മൾ കല്ലിൽ കൊത്തി വെക്കണം, ഒരിക്കലും വാങ്ങി പോവാത്ത പോലെ. ഈ കഥയുടെ ഗുണപാഠമാണ് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുന്ന പോലെ അവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും മറക്കാനും നാം തയ്യാറാവണം. അതുപോലെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും വേണം. അപ്പോഴാണ് സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുന്നത്. നന്ദി.